ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 4 ഒക്കെ ആയി. പക്ഷേ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ഷോർട്സ് ആയിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡേ 30 വരെയുള്ളതാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ഇത് തുടങ്ങുന്നതിന് ഒരു ഇൻട്രൊഡക്ഷനോ ഇത് കഴിഞ്ഞപ്പോൾ എത്ര കുറഞ്ഞു എന്നുള്ളതോ എന്താണെന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ എത്ര വെയിറ്റിലാണുള്ളത് എന്നുള്ളതൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി ഞാൻ പറഞ്ഞല്ലോ 3-4 മാസം മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൽ 1 മന്ത് ആയിട്ടേ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 1 മന്തിന് അതായത് ആ ഒരു 1 മന്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇടുന്നതിന് മുന്നേ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 67 കിലോഗ്രാം ആയിരുന്നു. 67 കിലോ. ഓക്കെ, അതിൽ നിന്ന് ഞാൻ 64 അല്ല 66, 65, 64, 63 അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ കറൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 62 കിലോ ആണ് കേട്ടോ. അപ്പോൾ ഈ 62 അത് ഓൾമോസ്റ്റ് 3 കിലോ ആണ് കുറച്ചത്. പക്ഷേ 63 കിലോ അല്ലേ, 62, 63, 64, 65, 66, 67 അല്ല സോറി 5 കിലോ കുറച്ചിട്ടുണ്ട്. അത് ഒരു മാസം കൊണ്ടാണ് കുറച്ചത്. ഇതിലും കിലോ ചിലപ്പം കുറയായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ആയിട്ടൊരു ഡയറ്റല്ല ഫോളോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഫീഡിങ് മോമാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായുള്ള കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യാത്തത്. അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് 5 കിലോ കുറയാമെന്ന് പറയുന്നത് അത് അത്യാവശ്യം നല്ലൊരു കിലോ തന്നെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സസൈസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വലിയ എക്സസൈസോ കാര്യങ്ങളോ വർക്കൗട്ടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിലുള്ള അല്ലറ ചില്ലറ പണികളും പിന്നെ ചെറുതായിട്ടുള്ള എക്സസൈസ്, അങ്ങനെ വലിയതായിട്ടല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഷോൾഡർ ഫാറ്റ് പോവാൻ, ആം ഫാറ്റ് പോവാൻ, അങ്ങനെയൊക്കെയുള്ള ചെറിയ എക്സസൈസുകളുണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഹെവി വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫുഡിൽ തന്നെ ആയിരുന്നു മെയിനായിട്ട്. ഫുഡ് കൺട്രോൾ ചെയ്യുന്നതും പോട്ടെ, ഞാൻ എല്ലാ ഫുഡും കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ വെയിറ്റ് കുറച്ചത്. എങ്ങനെ ഇന്ന ഫുഡ് കഴിക്കാൻ പാടുള്ളൂ, ഇന്ന ഫുഡ് കഴിക്കരുത് എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം, പക്ഷേ ഇഷ്ടമുള്ള അത്രയും കഴിക്കാണ്ടിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതുതന്നെയാണ് കറക്റ്റ്. നമുക്ക് എന്തും കഴിക്കാം, പക്ഷേ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചാൽ മതി. അപ്പം അങ്ങനെ ആ ക്വാണ്ടിറ്റി ഒക്കെ നോക്കി ഇപ്പം ഞാൻ ഇന്ന് ഒരു ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കഴിച്ചതെങ്കിൽ എനിക്ക് എന്താ പറയുക, രാത്രിയിലേക്ക് ഞാൻ ഫുഡ് കഴിക്കില്ല. അല്ലെങ്കിൽ രാത്രിയിൽ എന്തെങ്കിലും തണ്ണിമത്തനോ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഞാനത് ക്ലോസ് ചെയ്യും, എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത്രയും കുറച്ചത് കേട്ടോ. പക്ഷേ ഇനിയും ഞാൻ ഒരുപാട് കിലോ ഇനിയും കുറയാനുണ്ട്. കാരണം എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ തടിയുണ്ട്, പക്ഷേ ആ ഒരു നല്ലൊരു വണ്ണുള്ളതൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് കുറഞ്ഞ് കൂടി ഒന്ന് ടോൺ ആവാനുണ്ട്, എന്താ പറയുക, എൻ്റെ ബോഡി. അപ്പോൾ ഇനിയും എൻ്റെ ഐഡിയൽ വെയിറ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇനി ഞാനൊരു 11 കിലോയോളം ഇനിയും കുറയ്ക്കണം, എന്നാലേ എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തുള്ളൂ. കാണുന്നവർക്ക് തടി കുറഞ്ഞല്ലോ എന്നുള്ളൊരു ഫീല് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫേസ് എക്സസൈസും ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഡബിൾ ചിൻ ഉണ്ട്, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഫേസ് എക്സസൈസും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. ചിലപ്പം കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വീഡിയോസ് ചിലപ്പം കാണുന്നുണ്ടാവും, കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ചിലപ്പം കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പം അറിയണമെന്നുണ്ടാവും, കമൻറ്റ് ചെയ്യാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ സ്വന്തം റിസ്കിൽ വന്ന് പറയുകയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, സീ യു.